ഈ ക്ലയന്റിനെ ഒരു ആള് ചെന്നിട്ട് മീറ്റ് ചെയ്തു പറഞ്ഞു പോലും ഞാൻ നിങ്ങൾക്ക് 1500 രൂപ അല്ലെങ്കിൽ 2000 രൂപ സ്ക്വയർ ഫീറ്റിന് കംപ്ലീറ്റ് ചെയ്ത് തരാം. ഒരു സ്ക്വയർ ഫീറ്റിന് ബിൽഡപ്പ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 2000 രൂപയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ നിങ്ങൾ ചിന്തിക്കണം, അയാൾ ആ പ്ലാൻ പോലും കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ആർക്കിടെക്ചറൽ ഫേമിനെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ പല ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ചിലപ്പോൾ കുറച്ച് ലോങ് ആയിരിക്കും. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു വർക്കലിൽ നിന്ന് റിസോർട്ടിൻ്റെ ഒരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ലോക്കൽ ലേബേഴ്സിനെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ തന്നെയാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഈ ക്ലയൻറ്റിനെ ഒരു ആള് ചെന്നിട്ട് മീറ്റ് ചെയ്തു പറഞ്ഞു പോലും ഞാൻ നിങ്ങൾക്ക് 1500 രൂപ അല്ലെങ്കിൽ 2000 രൂപ സ്ക്വയർ ഫീറ്റിന് കംപ്ലീറ്റ് ചെയ്ത് തരാം. ഒരു സ്ക്വയർ ഫീറ്റിന് ബിൽഡപ്പ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 2000 രൂപയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ നിങ്ങൾ ചിന്തിക്കണം, അയാൾ ആ പ്ലാൻ പോലും കണ്ടിട്ടില്ല. അതിന് മുന്നേ അയാൾ പറയാണ് 2000 രൂപയ്ക്ക് ഫിനിഷ് ചെയ്ത് തരാമെന്ന്. അപ്പോൾ നമ്മൾ പ്ലാനിൽ എന്താണോ ചെയ്തിരിക്കുന്നത്, ഏത് തരം ഫൗണ്ടേഷനാണ്, ഏത് തരം മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, സ്ട്രക്ചർ എങ്ങനെയാണ്, ഒന്നും അറിയാതെയാണ് ഇയാളിത് പറയുന്നത്. എല്ലാവരും ആണെന്ന് ഞാൻ ജനറലൈസ് ചെയ്യല്ല, എന്നിരുന്നാൽ പോലും പല ആളുകളും ആ രീതിയിൽ വർക്ക് പിടിക്കുന്നതിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്യുന്ന ഒരു വീടിന് അയാൾ ഓരോ വാളിന് അല്ലെങ്കിൽ ഓരോ ഓപ്പണിങ്സിന്, ഫ്ലോറിൽ കൊടുക്കുന്ന ടൈൽസിന്, ഈവൻ ഓരോ ഇഞ്ച് ബൈ ഇഞ്ച് അയാൾ കുറച്ച് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഓരോന്നിനും ഓരോ ഇന്നർ മീനിങ് ഉണ്ടാവും. അപ്പോൾ അത് എപ്പോഴും അങ്ങനെ ഒരു ആർക്കിടെക്ചറൽ ഫേമിന് നിങ്ങൾ ചൂസ് ചെയ്തിട്ട്, അതും നല്ലൊരു ടീമിനെ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ അത് ത്രൂ ഒരു വീട് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് ആ ഒരു വീട് റിഫ്ലക്റ്റ് ചെയ്യും.